തിരുവനന്തപുരത്ത് പോലീസിനെ ആക്രമിച്ച 4 പേർ അറസ്റ്റിലായത് ശരൺ, വിനു, ശരത്, ശശി എന്നിവർ. കഞ്ചാവ് കേസിലെ പ്രതിയെ തേടിപ്പോയ പോലീസ് സംഘത്തെ ഇവർ ആക്രമിക്കുകയായിരുന്നു. തൃശൂർ ചാവക്കാട് ചേറ്റുവ റോഡിൽ വാഹനാപകടം. ടോറസ് ലോറിയും അതേ ദിശയിൽ വന്നിരുന്ന കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊല്ലം ചാത്തനാംകുളത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചതായി പരാതി. കത്തി നശിച്ചത് ചാത്തനാംകുളം സ്വദേശി മോഹനകുമാറിന്റെ ഓട്ടോറിക്ഷ. അക്രമികൾ ഭീഷണി മുഴക്കിയതായും പരാതി. തൃശൂർ ജില്ലയിൽ കാപ്പ ഉത്തരവ് ലംഘിച്ച് പ്രവേശിച്ച ഗുണ്ടയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് വെള്ളാഞ്ചിറ സ്വദേശി നിഖിൽ. 14ഓളം കേസുകളിൽ പ്രതിയാണ് നിഖിൽ. ബദുരാജ് ആനിമൽ കെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നായകളുടെ വന്ധ്യകരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ വന്ധ്യകരണ ക്യാമ്പ് കണ്ണൂർ, കോഴിക്കോട്, വടകര മേഖലകളിൽ ക്യാമ്പ് നായകളുടെ അനിയന്ത്രിത ജനനം തടയുക എന്ന ലക്ഷ്യത്തോടെ. തൃശൂരിൽ മൈ ടീം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടന്നു. പ്രസിഡന്റ് സോണി സൈമൺ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് ഹരിത കരോൾ സംഘടിപ്പിച്ച് ഹരിത കർമ്മസേന. കരോൾ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഹരിത കർമ്മസേനയെ ഏൽപ്പിക്കുക എന്ന സന്ദേശത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീപന്ത ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ഈരമ്പിളിയം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയായി. MP ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ഡിസംബർ 27, 28, 29 തീയതികളിലായി തിറവെള്ളാട്ട് മഹോത്സവം നടക്കും. വരവേൽപ്പോടുകൂടി ആരംഭിക്കുന്ന മഹോത്സവം വിവിധ പരിപാടികളോടെയാണ് സമാപിക്കുക. തൃശൂർ പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 ദിന ഡേ നൈറ്റ് ഔട്ട് ഗൈഡ് യൂണിറ്റ് ക്യാമ്പ് സമാപിച്ചു. ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വിവിധതരം കലാപരിപാടികളും അഡ്വഞ്ചർ പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചു.